ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അറേബ്യൻ കുനാഫയുടെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല് എന്നിവ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കൈയെടുക്കാതെ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. ഇതിപ്പോൾ നല്ലതുപോലെ ഇവിടെ കുറുകി വരുന്നുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടേജ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി 1/4 കപ്പ് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും ഇതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതങ്ങ് മാറ്റിവെക്കാം. ഞാനിവിടെ കുനാഫയുടെ ഡോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ഞാൻ ഇവിടെ കുനാഫ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കുനാഫയുടെ ഡോ ഇട്ട് കൊടുക്കാം. ഇത് ഇനി ഒരു ഗ്ലാസിൻ്റെ അടിഭാഗമോ അല്ലെങ്കിൽ ഒരു ബൗളിൻ്റെ അടിഭാഗമോ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുനാഫയുടെ ഡോ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ നമ്മുടെ ഗ്ലാസിൻ്റെ താഴ്ഭാഗം കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ ഒരു പാത്രത്തിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഇവിടെ മെൽറ്റ് ആയിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്താച്ചു ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അറേബ്യൻ കുനാഫ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് രുചി. നമ്മുടെ അറേബ്യൻ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.